പ്രണവ് ഷഹാന. 8 വർഷങ്ങൾക്ക് മുന്നേ ഒരു അപകടം സംഭവിച്ച് ശരീരം പൂർണ്ണമായും തളർന്ന പ്രണവിന് വീൽചെയറായിരുന്നു ഏക ആശ്രയം. ഇരുളാർന്ന 4 ചുവരുകൾക്കുള്ളിൽ ജീവിതം തളയ്ക്കാതെ ആഗ്രഹങ്ങൾ സുഹൃത്തുക്കളോട് പറയുകയും അവരത് പ്രാവർത്തികമാക്കുകയും ചെയ്തു. വീഡിയോയിലൂടെ ജനങ്ങളുടെ മുന്നിലേക്ക് ചെറുപുഞ്ചിരിയാലെ അവൻ വന്നു. സോഷ്യൽ മീഡിയ ചെറിയ വിഷമങ്ങളുള്ള ആളുകൾക്ക് മുന്നിൽ പ്രണവ് ഏറെ ആശ്വാസമായി. താൻ അനുഭവിച്ച വിഷമങ്ങൾ പറയാതെ അവൻ ചിരിച്ചു. 2020 ഷഹാന എന്ന 19കാരി അവൻ്റെ ജീവിതത്തിലെത്തി. പിന്നീട് പ്രണവിൻ്റെ ജീവിതം ഏറെ സന്തോഷമുള്ളതായിരുന്നു. കളിയും ചിരിയും തമാശയും നിറഞ്ഞ പ്രണവിൻ്റെയും ഷഹാനയുടെയും ജീവിതം പ്രേക്ഷകർ ഏറ്റെടുത്തു. കപടസ്നേഹം ഏറെയുള്ള ഈ കാലത്ത് മനസ്സുകൊണ്ട് സ്നേഹിച്ച് കരൾ പറിച്ചു കൊടുത്തവളായിരുന്നു ഷഹാന. പ്രണവിനും ജീവനായിരുന്നു അവളെ. ഷഹാനയുടെ ചിത്രം നെഞ്ചിൽ പച്ച കുത്തിവെച്ച് പ്രണവ് സന്തോഷിച്ചു. ഒരുപാട് പോരാട്ടങ്ങളും വെല്ലുവിളികളും നിറഞ്ഞതായിരുന്നു പ്രണവിൻ്റെ വിവാഹം. അതെല്ലാം മറികടന്നായിരുന്നു പ്രണവും ഷഹാനയും ഒന്നിച്ചത്. എതിർപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അമ്പലത്തിൽ വെച്ച് രണ്ടുപേരും വിവാഹിതരായി. എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് പ്രണവും ഷഹാനയും വീഡിയോയുമായി ജനങ്ങളിലേക്കെത്തി. ഏറെ ആശംസകളും പ്രാർത്ഥനയുമായി അവരെ ജനങ്ങൾ ഏറ്റെടുത്തു. അറിയാതെ സ്വപ്നങ്ങൾ കണ്ടു, മിഴികൾ പൂവനമായി, അധരം തേൻകണമായി, ശലഭങ്ങളായി നമ്മൾ പാടി. സ്വകാര്യ ചാനലുകളിലും നിറസാന്നിധ്യമായിരുന്നു അവർ. ട്യൂബിലൂടെ ഫുഡ് കഴിക്കുന്നതും ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുള്ളതും യൂറിൻ ട്യൂബ്, ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് ഷഹാനയ്ക്ക് പ്രണവ് പറഞ്ഞു കൊടുത്തു. നിനക്ക് വേണ്ടി എനിക്കൊന്നും ചെയ്തു തരാൻ കഴിയില്ല, അതും പറഞ്ഞ് പരമാവധി ഒഴിവാക്കാൻ ശ്രമിച്ച പ്രണവിനോട് ഷഹാനയ്ക്ക് എന്തെന്നില്ലാത്ത പ്രണയമായിരുന്നു. അവളുടെ പ്രണയത്തിന് മുന്നിൽ പ്രണവിനെ അവളെ സ്വീകരിക്കേണ്ടി വന്നു. വിവാഹ ദിവസം പ്രായത്തിൻ്റെ എടുത്തുചാട്ടമാണോ എന്ന് ചോദിച്ച മീഡിയക്കാർക്ക് മുന്നിൽ പ്രണവിനെ ചേർത്ത് പിടിച്ച് ഷഹാനയുടെ സന്തോഷമുള്ള 2 വർഷങ്ങൾ. നശ്വര സുഖം തേടി പോകുന്ന പലർക്കു മുന്നിലും അവളൊരു മാലാഖയാണ്. മാർച്ച് 3 പ്രണവിന് ജീവിതത്തിലേക്ക് വന്ന മാലാഖ. 3ാമത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ഒരുങ്ങുന്നതിന് ദിവസങ്ങൾക്ക് മുന്നേ പ്രണവിന് യാത്ര പോവേണ്ടി വന്നു. പലരും പ്രണവിനെ വിളിച്ച് പറയുമായിരുന്നു മതം മാറ്റി കല്യാണം കഴിച്ചു എന്ന്. ഷഹാനയുടെ മതം മുറുകെ പിടിച്ച് അവളും, പ്രണവിൻ്റെ മതം മുറുകെ പിടിച്ച് അവനും ജീവിച്ചു. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ രക്തം ഛർദ്ദിച്ച് അസ്വസ്ഥനായ പ്രണവിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. വൈകിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത് രാവിലെ കണ്ണിക്കരയിലെ വീട്ടിലെത്തിച്ചു. ഏറെ ദുഃഖത്തിലായെത്തി ഷഹാനയെ തനിച്ചാക്കി പ്രണവ് യാത്രയായി.